ഹായ് ഹലോ ബോണഫൈഡ് പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മൊഡ്യൂള് 4 കെ ടിക്കാരുടെ മൊഡ്യൂൾ 4 ഡീൽ ചെയ്യുന്ന 2-3 സിവിൽ ആക്റ്റുകളുണ്ട്, സിവിൽ സബ്ജക്റ്റുകളുണ്ട്. അതിൽ ഒന്നാണ് ടോർട്ട് ലോ ഓഫ് ടോർട്ട് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊരു ഇൻട്രോ വീഡിയോ തരാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ കണ്ടക്റ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ റൂളുകളാണ് ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ലോ തന്നെ ക്രിമിനൽ ലോയും സിവിൽ ലോയും ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ക്രിമിനൽ ലോ എന്താ എയിം ചെയ്യുന്നത്? ക്രിമിനൽ ആക്റ്റുകളിലൂടെ ക്രിമിനൽ ലോ എന്താ ചെയ്യുന്നത്? റോങ് ഡൂവറെ പണിഷ് ചെയ്യുക എന്നുള്ളതാണ് ക്രിമിനൽ ലോയിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. എന്നാൽ സിവിൽ ലോയിൽ എന്താ ചെയ്യുന്നത്? സിവിൽ ലോയിൽ കോമ്പൻസേഷൻ കോമ്പൻസേഷൻ നേടിയെടുക്കുക എന്നുള്ളതാണ്. അയാളുടെ റൈറ്റ് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിവിൽ കോടതികളിൽ നമ്മൾ പോകുന്നത്, അല്ലേ? അപ്പോൾ ഈ ടോർട്ട് അല്ലെങ്കിൽ ലോ ഓഫ് ടോർട്ട് എന്ന് പറയുന്നത് സിവിൽ ലോയുടെ ഒരു ബ്രാഞ്ചാണ് എന്നാണ് പറയുന്നത്. ടോർട്ട് എന്നത് സിവിൽ ലോയുടെ ഒരു ബ്രാഞ്ചാണ്. സിവിൽ കോടതികളാണ് ഇത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ഈ ലോ ഓഫ് ടോർട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന സിവിൽ കോടതികളുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ഡെഫിനിഷനാണ് ടോർട്ടിൻ്റെ നോക്കാൻ പോകുന്നത്. ഡെഫിനിഷനിൽ 4-5 പേര് പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻസ് ഉണ്ട്. എന്താണ് ടോർട്ട് എന്നതിനെക്കുറിച്ച്? ടോർട്ട് എന്നത് ഒരു ലാറ്റിൻ ടേമാണ്. ടോർട്ടം എന്ന ഒരു ലാറ്റിൻ ടേമിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം ട്വിസ്റ്റ് എന്നാണ്. ട്വിസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ടോർട്ടിൻ്റെ അർത്ഥം. അതിൽ നിന്നാണ് ടോർട്ട് എന്ന ഒരു വേർഡ് നമുക്ക് ഡിറൈവ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. ക്രൂക്കഡ് ആക്ട് അല്ലെങ്കിൽ റോങ്ഫുൾ ആക്ട് എന്നൊക്കെയാണ് അതിൻ്റെ ഒരു മീനിങ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദ വേർഡ് ടോർട്ട് എന്ന് പറയുന്നത് ഇംപ്ലൈസ് എ കണ്ടക്ട് വിച്ച് ഈസ് നോട്ട് ലോഫുൾ അല്ലെങ്കിൽ വിച്ച് ഈസ് നോട്ട് എ സ്ട്രെയിറ്റ് ആക്ട്. അതൊരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള, ക്രൂക്കഡ് ആയിട്ടുള്ള, അൺലോഫുൾ ആയിട്ടുള്ള ആക്റ്റാണ്. അപ്പോൾ ഒന്നാമത് ടോർട്ടിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് വിൻഫീൽഡാണ്. ഇതിൽ വിൻഫീൽഡ് പറഞ്ഞിട്ടുള്ളത് tortious liability arises from the breach of a duty primarily fixed by law. This duty is owed to persons generally and its breach is redressable by an action for unliquidated damages. അതായത് സിമ്പിളായിട്ട് വിൻഫീൽഡ് പറഞ്ഞത്, ഇത് ഒരു ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി, നമ്മൾ ചെയ്യേണ്ട ഒരു കടമ ബ്രീച്ച് ചെയ്യുന്നതിലൂടെ, നമുക്ക് നിയമപ്രകാരമുള്ളൊരു കടമ ബ്രീച്ച് ചെയ്യുന്നതിലൂടെ ഉണ്ടാവുന്ന ഒരു ബാധ്യതയാണ് ടോർട്ടിൽ പറയുന്നത് എന്നാണ് വിൻഫീൽഡ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു അതിൽ നമുക്ക് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യേണ്ടത് നമ്മൾ അൺലിക്വിഡേറ്റഡ് ഡാമേജസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അൺലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറഞ്ഞാൽ കോമ്പൻസേഷൻ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതൊരു ഫിക്സഡ് ആയിട്ടുള്ളൊരു ഇന്ന് ടോർട്ട് ചെയ്താൽ അല്ലെങ്കിൽ ഇന്നൊരു റോങ്ഫുൾ ആക്ട് ചെയ്താൽ ഇത്ര പൈസ എന്ന് ഫിക്സ് ചെയ്ത് വെച്ചിട്ടില്ല. അത് ഫിക്സ് ചെയ്യാത്തൊരു എമൗണ്ടാണ്, അല്ലേ? ആ കണ്ടക്സ്റ്റിനനുസരിച്ച്, സിറ്റുവേഷൻ അനുസരിച്ച് കോടതിയാണ് അത് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അൺലിക്വിഡേറ്റഡ് ഡാമേജസ് നൽകേണ്ട ഒരു ബാധ്യത വരുന്ന റോങ്ഫുൾ ആയിട്ടുള്ളൊരു ആക്റ്റാണ് ടോർട്ട് എന്നുള്ളതാണ് വിൻഫീൽഡ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത് സാൽമണ്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സാൽമണ്ട് ടോർട്ട് സിവിൽ റോങ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേ രീതിയിൽ തന്നെ ഇതിൻ്റെ റെമഡി എന്ന് പറയുന്നത് അൺലിക്വിഡേറ്റഡ് ഡാമേജസ് ആണ് എന്നാണ് സാൽമണ്ടും പറഞ്ഞിട്ടുള്ളത്. അതൊരു എന്തല്ല എന്നുകൂടെ സാൽമണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് എക്സ്ക്ലൂസീവ്ലി ദ ബ്രീച്ച് ഓഫ് എ കോൺട്രാക്ട് അല്ലെങ്കിൽ ബ്രീച്ച് ഓഫ് എ ട്രസ്റ്റ്. അതായത് ബ്രീച്ച് ഓഫ് ട്രസ്റ്റോ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റോ എന്നല്ലാത്ത ഒരു സിവിൽ റോങ് ആണ്. അതിൻ്റെ റെമഡി എന്ന് പറയുന്നത് വിൻഫീൽഡ് പറഞ്ഞ പോലെ തന്നെ എന്താണ്? അൺലിക്വിഡേറ്റഡ് ഡാമേജസ് ആണ് എന്നാണ് പറയുന്നത്. എന്ന് പറയുന്ന ഒരാൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് എ റൈറ്റ് ഇൻ റം ഓഫ് എ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഗിവിങ് എ റൈറ്റ് ഓഫ് കോമ്പൻസേഷൻ. കോമ്പൻസേഷൻ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു റൈറ്റ് ഇൻ റമ്മിൻ്റെ ഇൻഫ്രിഞ്ച്മെൻ്റ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് ഇൻ റമ്മും റൈറ്റ് ഇൻ പേഴ്സണും നമുക്ക് പഠിക്കാനുണ്ട്. അതൊരു ടോപ്പിക്കായിട്ട് തന്നെ നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഇത്രയും ചിന്തിച്ച് വെക്കുക, ഓർത്ത് വെക്കുക. അല്ലെങ്കിൽ കോമ്പൻസേഷൻ കൊടുക്കേണ്ട ഒരു റൈറ്റ്, ഒരാളുടെ റൈറ്റിൻ്റെ വയലേഷനാണ് എന്ത് എന്ന് പറയുന്നത്? ടോർട്ട്.
പിന്നെ പൊള്ളോക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എവരി ടോർട്ട് ഈസ് എ റോങ് ബട്ട് എവരി റോങ് ഈസ് നോട്ട് നെസസർലി എ ടോർട്ട്. എല്ലാ ടോർട്ടിലും എന്തുണ്ട്, ഒരു റോങ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. എന്തെങ്കിലും ഒരു റോങ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ട് ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ എല്ലാ റോങ്ങിനെയും ടോർട്ടായിട്ട് പരിഗണിക്കാൻ നമുക്ക് പറ്റില്ല അല്ലേ. അതാണ് പൊള്ളോക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ 2-3 പേരുടെ ഡെഫിനിഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മൊത്തത്തിലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്, ടോർട്ട് എന്ന് പറയുന്നത് ഒരു സിവിൽ റോങ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതിൻ്റെ പരിഹാരം അല്ലെങ്കിൽ റെമഡി എന്ന് പറയുന്നത് അൺലിക്വിഡേറ്റഡ് ആയിട്ടുള്ള ഡാമേജസ് ആണ്, കോമ്പൻസേഷൻ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ടോർട്ടിൽ ഉൾപ്പെടുന്ന റോങ്ഫുൾ ആയിട്ടുള്ള ആക്റ്റുകൾ എന്താണ്, ടോർട്ടിന് എന്തൊക്കെ എസെൻഷ്യൽസ് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇത്രയും കുറച്ച് പേരുടെ ഡെഫിനിഷൻ മനസ്സിലാക്കിയിട്ട് ടോർട്ട് എന്താണ് എന്നുള്ളൊരു ഐഡിയ, ടോർട്ട് എന്താണെന്നുള്ളൊരു ടോർട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.